നമസ്കാരം. പച്ചവെളിച്ചം ഇപ്പോൾ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ വർക്കിംഗ് പ്രസിഡന്റ് VP സുമിത്രന്റെ കൂടെയാണുള്ളത്. നമ്മൾക്കറിയാം, ഇക്കഴിഞ്ഞ ദിവസം പയ്യന്നൂരിലെ ഓട്ടോ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് സുപ്രധാനമായ ഒരു വിധി ഹൈക്കോടതിയിൽ നിന്നുണ്ടായിട്ടുണ്ട്. പയ്യന്നൂരിലെ ഒരു വ്യാപാരിയാണ് ഹൈക്കോടതിയിൽ പരാതി നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ വ്യാപാരിക്ക് അനുകൂലമായിട്ടാണ് ഒരു വിധി ഉണ്ടായിട്ടുള്ളത്. അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള പല ഓട്ടോറിക്ഷക്കാരുടെ മറ്റ് തലത്തിലുള്ള ആൾക്കാരുടെ ഒക്കെ അഭിപ്രായങ്ങൾ തേടിയിട്ട് പച്ചവെളിച്ചം പ്രേക്ഷകരിൽ എത്തിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ചേംബറിന് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്ന് തേടുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. എന്താണ് സുമിത്ര ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? ഇത് ഇപ്പോൾ നമ്മുടെ ലോക്കിൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം നമ്മുടെ പയ്യന്നൂരിലെ പ്രമുഖമായ ഒരു ഷോപ്പാണ്. ഏകദേശം ഒരു 10-12 വർഷമായി പയ്യന്നൂർ വന്ന ഷോപ്പാണ്. അദ്ദേഹത്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിധി കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇതിനു മുമ്പ് തന്നെ ഹൈക്കോടതിയുടെ ഈ ഒരു പ്രശ്നവുമായിട്ടുള്ള വിധി ഇതേ രീതിയിൽ വന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ഇപ്പോൾ വ്യാപാരികളായാൽ, അതുപോലെ ഓട്ടോറിക്ഷ തൊഴിലാളികളായാൽ, ചുമട്ടുകാരായാൽ, ഇവിടെയുള്ള പൊതുജനങ്ങളായാലും എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടുന്ന ആളുകളാണ്. ഇപ്പോൾ കച്ചവടക്കാർക്ക് വ്യാപാരം ചെയ്യുന്നതോടൊപ്പം തന്നെ ചുമട്ടുതൊഴിലാളികൾക്ക് ജോലി കിട്ടും, അതുപോലെ ഓട്ടോറിക്ഷക്കാർക്ക് ജോലി കിട്ടും. അവർ പരസ്പരം ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളായി വരുന്നല്ലോ. എന്നാൽ ഒരു വ്യാപാരി ഒരു കേസ് കൊടുക്കേണ്ട ദിക്കിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ ആ വ്യാപാരി ആ പ്രദേശത്ത് വെച്ച ആളുകളിൽ നിന്ന് വളരെ അധികം അനുഭവിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ ആ ചോദ്യവുമായി പറഞ്ഞപ്പോൾ മനസ്സിലായത്. ഓട്ടോറിക്ഷ സാധാരണ പയ്യന്നൂർ ടൗണിൽ പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എന്നാലും പല ആളുകളും വണ്ടി മാറ്റി കൊടുക്കും, കസ്റ്റമർ വരുമ്പോൾ മാറ്റി കൊടുക്കുന്ന സിസ്റ്റമുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ നിരന്തരം ബന്ധപ്പെടുന്ന ഇവിടെ പയ്യന്നൂർ ടൗണിലെ സെൻട്രൽ ബസാർ മുതൽ അങ്ങോട്ട് കോമളത്തിൻ്റെ പീടിക, നമ്മളിൽ ഏതോ കാലഘട്ടം മുതൽ കാണുന്നൊരു പീടികയാണ്. തലമുറകളായി അനാദി വ്യാപാരം ചെയ്യുന്ന പയ്യന്നൂരിലെ ഏറ്റവും പ്രമുഖമായ വ്യാപാരി സ്ഥാപനമായിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് നിരന്തരമായിട്ട് ഈ ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ വരുമ്പോൾ വാഹനം കയറാൻ പറ്റുന്നില്ല, വാഹനത്തിൽ വന്നിട്ട് ഇറക്കാൻ പറ്റുന്നില്ല, ഉള്ളിൽ കയറാൻ പറ്റുന്നില്ല. ഒരു പ്രശ്നം നിരന്തരമായിട്ട് ചേംബറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ നിരന്തരം ഡ്രൈവർമാരുമായി സംസാരിച്ച് അവർ നമ്മളോട് അനുകൂലമായ രീതിയിൽ പറയും. നമ്മളിപ്പോൾ പോകുമ്പോൾ 2 വണ്ടി അവിടുന്ന് മാറ്റി തരും, കുറച്ച് കഴിയുമ്പോൾ ആദ്യ വണ്ടി വരും. അത് ചില സമയത്ത് ഓരോരോ ആൾ മാറി മാറി വരുമ്പോൾ അങ്ങനെ വെക്കുന്നതായിരിക്കും. എന്നാലും അത് ഇപ്പം നിങ്ങൾക്ക് സെൻട്രൽ ബസാറിൽ ആ ഒരു സ്ഥിതി നോക്കുമ്പോൾ മനസ്സിലാവും, പ്രദേശത്തൊന്നും വ്യാപാരമില്ല, ഒരുപാട് അനാദി കച്ചവടവും കാര്യമൊക്കെ ഉണ്ടായതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥാപനങ്ങളെ പാരമ്പര്യമായിട്ട് ഒരുപാട് വർഷമുള്ള ഒരു സ്ഥാപനങ്ങളൊക്കെ നിലനിർത്തേണ്ടത് നമ്മുടെ നാടിൻ്റെ തന്നെ ആവശ്യമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഡ്രൈവർമാർ അത് ആ പ്രദേശത്ത് ഒരു 2-3 വാഹനം ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിന് രക്ഷപ്പെടുത്താൻ പറ്റും. ഇതേപോലെയാണ് ഈ ലോക്കിൻ്റെ സംഭവം. അതൊരു നല്ല രീതിയിൽ വ്യാപാരം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ മുൻവശത്ത് തന്നെ 2 വരികളും മറ്റേ ആയാണ് ഓട്ടോറിക്ഷ പലപ്പോഴും വെച്ചിട്ട് കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനത്തിൻ്റെ അവിടെ ഒരു 2-3 വണ്ടി വെക്കാനുള്ള ഓട്ടോറിക്ഷ ഒഴിവാക്കി കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ബുദ്ധിമുട്ടില്ല. അതെല്ലാം ഒരുപാട് പ്രാവശ്യം അദ്ദേഹം ഈ ഡ്രൈവർമാരുമായി ഒക്കെ സംസാരിച്ചതാണ്. പക്ഷേ എന്ത് വന്നാലും അങ്ങനെ ഒരു സംഗതി നടക്കുന്നില്ല. അപ്പോൾ ഡ്രൈവർമാരെ പറയുമ്പോൾ അവർ വേറെ ആളുകളായിരിക്കും വരുന്നത്. പക്ഷെ എന്നാലും അത് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ആ വ്യാപാര സ്ഥാപനത്തിലേക്ക് വരുന്ന ആളുകളെ അതിന് കടത്തിവിടാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രൈവർമാർ അത് ഉൾക്കൊള്ളും. പക്ഷെ അത് ഉൾക്കൊണ്ടില്ല. അത്രയും പൊറുതിമുട്ടിയിട്ടാണ് ഈ ഹൈക്കോടതിയിൽ പോയത്. അപ്പോൾ കോടതി നമുക്ക് വേണ്ടുന്ന തരത്തിലുള്ള അനുകൂലമായ ഒരു വിധിയാണ് തന്നിട്ടുള്ളത്. അത് ആ വിധി നടപ്പിലാക്കണം എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. എന്നാലും ഈ ഡ്രൈവർമാരും വാഹനം മറ്റ് ചുമട്ടുകാർ എല്ലാവരുമായിട്ടും നല്ല ബന്ധത്തിൽ തന്നെ മുമ്പോട്ട് പോകണം. അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ തൊഴിലാളികൾക്ക് തൊഴിൽ വേണം, വ്യാപാരികൾക്ക് വ്യാപാരം വേണം. അതെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിട്ടാണ്. ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോകണം. സ്ഥാപനങ്ങളിലേക്ക് കയറാനുള്ള വഴി കൃത്യമായിട്ട് വെച്ചു കൊടുക്കണം. ഓട്ടോറിക്ഷയ്ക്ക് ഈ പയ്യന്നൂർ ടൗണിൽ എനിക്കൊന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നതിലധികം വണ്ടികൾ പയ്യന്നൂർ ടൗണിലുണ്ട്. അപ്പോൾ അതിന് ഒരു കൃത്യമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തണം. ഇപ്പോൾ ഓട്ടോറിക്ഷ പാർക്കിംഗ് എന്ന് പറയുമ്പോൾ
എവിടെയെങ്കിലും ഒരു സ്ഥാപനം, ഒരു മാള്, ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലൊക്കെ വരുമ്പോൾ അത് ഓട്ടോറിക്ഷയുടെ പാർക്കിംഗ് ആയിട്ട് മാറുന്നതാണ്. സ്വാഭാവികമായിട്ടും അത് ജനങ്ങൾക്ക് ആവശ്യമുള്ള സംഗതിയാണ്. ജനങ്ങൾ അതുകൊണ്ട് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ടാവും. എന്ന് വെച്ചാൽ ആ സ്ഥലത്ത് പോകാനും വരാനുമുള്ള സൗകര്യങ്ങളൊക്കെ അതുകൊണ്ട് കിട്ടും. എന്നാൽ ആ ഒരു ഒടുവിൽ ആ സ്ഥാപനത്തിൽ തന്നെ അത് ബുദ്ധിമുട്ടാകുന്ന വിധത്തിലേക്ക് എത്തുമ്പോൾ അവർ മനസ്സിലാക്കേണ്ടത് അത് ആ സ്ഥാപനമാണ് നമ്മൾക്ക് ജോലി തരുന്നത്, ആ സ്ഥാപനം മുഖാന്തരമാണ് നമുക്ക് ജോലി കിട്ടുന്നത്. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേണ്ടത് അവിടത്തേക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം എന്നുള്ളൊരു ധാരണ ആ വെക്കുന്ന ഡ്രൈവർമാർക്ക് പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. അത് സംസാരിച്ചിട്ട് ഇനിയും ചർച്ചകൾക്കൊക്കെ പ്രാധാന്യമുണ്ട്. എന്നാലും ഹൈക്കോടതിയുടെ വിധിയായിട്ട് തന്നെ നടപ്പിലാക്കണം. അല്ല, വിധി നടപ്പിലാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് ആ രീതിയിൽ ട്രാഫിക് കമ്മിറ്റി കൂടിയിട്ട് ഓട്ടോറിക്ഷക്ക് പ്രത്യേക സ്ഥലം നിശ്ചയിച്ചു കൊടുക്കണം എന്ന രീതിയിലാണ് വിധി പറഞ്ഞിട്ടുള്ളത്. ഓട്ടോറിക്ഷക്ക് അവർക്ക് ജീവിക്കണ്ടേ? അവരും ഈ സമൂഹത്തിന്റെ ഭാഗമല്ലേ? അവർക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം മുനിസിപ്പാലിറ്റി ഏൽപ്പിച്ചു കൊടുക്കണം. എന്ന് വെച്ചാൽ മുനിസിപ്പൽ നമ്പർ കൊടുക്കുന്നതോടൊപ്പം തന്നെ അവർ അതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം. ഇപ്പം നമ്മുടെ പല അവസരത്തിൽ ഈ ട്രാഫിക്കിൻ്റെ ഒക്കെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നത്, പയ്യന്നൂർ നടക്കുന്നത് എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മൾ ഇതിനിടെ ഈ ബസ് സ്റ്റാൻഡ് ഭാഗം പൂട്ടിയിട്ടുണ്ടായിരുന്നു ഒരു 3 ദിവസം. അപ്പോൾ ഈ 3 ദിവസം ഇവിടെയൊന്നും നടക്കാനോ നിൽക്കാനോ പറ്റും. ഇതിന് മുമ്പ് ഉണ്ടായിരുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ പോലും അധികൃതർ തയ്യാറായിട്ടില്ല. മുമ്പ് ഇതുപോലെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ സെൻട്രൽ ബസ്സാറിൽ നേരെ വടക്കേ ബസ്സാറിൽ പോയി പോലീസ് ഗ്രൗണ്ടിൻ്റെ ആ ഭാഗത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കൊടുത്ത് ഒക്കെയാണ് ചെയ്തത്. പക്ഷെ ഇന്ന് 2 സൗകര്യമുണ്ട്. അന്ന് മുമ്പിലുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്ന് പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്ത് പാർക്കിങ്ങിന് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ആ സ്ഥലങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് അധികൃതർ അവർക്ക് കൊടുക്കുന്നില്ല. ഇനി ഓട്ടോറിക്ഷക്കാർക്ക് തന്നെ മറ്റു വാഹനങ്ങൾക്കും കൊടുക്കും. പ്രൈവറ്റ് വാഹനങ്ങൾക്ക് കൊടുത്താൽ തന്നെ വലിയ തരത്തിലുള്ള ഒരു ട്രാഫിക് പ്രശ്നങ്ങൾ ഇവിടെ തീരും. അതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ, ട്രാഫിക്കിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് നല്ല രീതിയിലുള്ള ഒരു കൂടിയാലോചന നടത്താതെ ആരോ എന്തോ ഇങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ചെയ്താൽ മതി ഒക്കെ പറഞ്ഞ് പോകുന്ന രീതിയിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. മറ്റേ വിഷയം ഈ പറഞ്ഞ ഹൈക്കോടതിയുടെ വിധിയുമായി ബന്ധപ്പെട്ട വിഷയം കോടതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ആ വിധിക്ക് അനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് പോകണം. മറ്റ് സ്ഥാപനങ്ങളിലെ വിഷയം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 3-4 സ്ഥാപനങ്ങൾ ഇതുപോലെ പരാതികൾ പറഞ്ഞ സ്ഥാപനങ്ങളുണ്ട്. അവർക്കെല്ലാം വ്യാപാരം ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. അതോടൊപ്പം തന്നെ ഈ ടൗണിന് മുമ്പ് തെക്ക് ഭാഗത്ത് ഒരു വര ഇട്ടിട്ടുണ്ട്, ചെറിയ വര ഇട്ടിട്ടുണ്ട്. ആ വരയിൽ 2 വീല് വെക്കുക എന്നുള്ളതായിരുന്നു നമുക്ക് ട്രാഫിക്കിൻ്റെ കമ്മിറ്റിയുടെ ആദ്യമായിട്ട് ഉണ്ടായിരുന്ന തീരുമാനം. അത് ഓരോ പ്രാവശ്യവും മാറി മാറി വന്നു. ഇപ്പോഴും ആരെങ്കിലും ഒരു വണ്ടി 2 വീൽ അവിടെ വെച്ച് ഷോപ്പിലേക്ക് ഒരു സാധനം വാങ്ങാൻ വന്നു കഴിഞ്ഞാൽ അന്നേരം പോലീസുകാർ ഫോട്ടോ എടുത്തിട്ട് പോകുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ടൗണിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആളുകൾ മടിക്കും. ഇതിവിടെ വന്നു കഴിഞ്ഞാൽ പോലീസിൻ്റെ കള്ളാസ് കിട്ടുന്നതിൻ്റെ ധാരണയിൽ നമ്മൾ പരസ്പരം പലപ്പോഴും പോലീസ് അധികൃതരുമായ ഈ കാര്യങ്ങൾ സംസാരിക്കലുണ്ട്. നമ്മൾ പറയുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവും. അവരന്നേരം ആ കേസ് ചാർജ് ആയിട്ടില്ലെങ്കിൽ അതൊന്ന് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞാൽ ഒഴിവാക്കി തരും. പക്ഷേ പലപ്പോഴും ഈ പുറത്തു നിന്ന് വരുന്ന ആളുകൾ ഇങ്ങനെയുള്ള റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല. അവർ ഇങ്ങനെ ചാർജ് ചെയ്യുന്നുണ്ടെന്നാണ് അവരിവിടെ വരാൻ നോക്കുന്നത്. ഒരു 2 വീൽ എടുത്തിട്ട് ഒരു മെഡിക്കൽ ഷോപ്പിൽ ഒരു മരുന്ന് മേടിക്കാൻ വന്ന 1 മിനിറ്റ് മരുന്ന് മേടിച്ചിട്ട് വരുമ്പോഴേക്ക് ഇത് ഫോട്ടോ എടുത്തിട്ട് പോയിട്ടുണ്ടാവും. നാളെ 500 രൂപയുടെ കടലാസ് വരും. അതുപോലെ ഒരു ബേക്കറിയുടെ മുമ്പിൽ ഒരു സാധനം വാങ്ങാൻ പോയി കഴിഞ്ഞാൽ 1 മിനിറ്റ് കഴിയുന്ന സമയത്ത് ഈ ചാർജ് ചെയ്ത കടലാസ് വരും. പല ദിവസങ്ങളിലും 1-2 കോളുകൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അത് സ്ഥാപന ഉടമകളാണ് പലപ്പോഴും ഈ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ പരാതികൾ പറയുന്നത്. ഈ പറയുന്ന കസ്റ്റമർ ഇത് പറയൂല. കസ്റ്റമർ ഏതെല്ലോ നാട്ടിൽ നിന്ന് വരുന്ന ആളുകളല്ലേ. അപ്പോൾ അവർ പറയൂല. അവർ മൗനമായിട്ട് ആ ഭാഗത്തേക്ക് പോകുന്നത് ഒഴിവാക്കും, ടൗണിലേക്ക് വരുന്നത് ഒഴിവാക്കും. അത് ശരിക്കും അധികൃതർ മനസ്സിലാക്കണം. ഇന്നതുപോലെയാണ് മുമ്പ് തീരുമാനിച്ചത്. വ്യാപാര സ്ഥാപനങ്ങൾ വ്യാപാരം നഷ്ടപ്പെടുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഫോട്ടോ എടുക്കുകയോ ചാർജ് ചെയ്യുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത് അതാത് സമയത്ത് വരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധിച്ചിട്ട് കൂടി കൈകാര്യം ചെയ്താലേ പയ്യന്നൂർ ടൗണിനെ രക്ഷപ്പെടുത്താൻ സാധിക്കും. ഇതാണ് പറയാനുള്ളത്. പച്ച വെളിച്ചത്തിന് വേണ്ടി രാജീവൻ പച്ച.